Good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് പാഠം കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ? ആരാണ് ഷംബീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എനിക്ക് അത്ര മനസ്സിലായില്ല അല്ലേ ഷംബീലെ? ഷംബീൽ പോയോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സെക്കൻഡ് പാഠം എത്ര പേർക്ക് മനസ്സിലായി? എല്ലാവരും മനസ്സിലായോ പാഠം? മനസ്സിലായി കൈ അടിക്കാം. സെക്കൻഡ് പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാവാത്തുണ്ടെന്നേ അറിയണ്ട് മിസ്സിന്. അപ്പൊ മനസ്സിലായവരൊന്ന് കൈപൊക്കിയാൽ മതി. ഓക്കെ, എല്ലാവർക്കും ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? ആരോൺ സെക്കൻഡ് പാഠം മനസ്സിലായില്ലേ മോനെ? ഓക്കെ, അപ്പോ ഷംവീൽ പോവുകയും ചെയ്തു. ഇല്ല, ഷംവീലെ എങ്ങനെയുണ്ട്? പ്ലീസ് അൺമ്യൂട്ട് ഷംവീൽ. മനസ്സിലായോ മോനെ? മനസ്സിലായില്ലെങ്കിൽ ആയില്ല പറഞ്ഞോ, കുഴപ്പമില്ല, ഒന്നുകൂടി എടുക്കാം. മനസ്സിലായി അല്ലേ? അപ്പൊ ഇപ്പൊ ഞാനത് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആ പാഠത്തിന്റെ എല്ലാം വാട്സപ്പ് നിങ്ങളെ 4th സ്റ്റാൻഡേർഡിന്റെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം തന്നെ ഇട്ടതിന്റെ കാരണം നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് എല്ലാവരും എഴുതിയെടുക്കണം. ഓക്കെ, എഴുതിയെടുക്കുമല്ലോ ഇല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും അത് ഇന്ന് തന്നെ എഴുതിയെടുക്കണം. പിന്നെ വരുന്നത് അടുത്ത നമുക്കെന്നാ അപ്പൊ സെക്കൻഡ് പാഠം ഒന്നുകൂടി പറയാം, അല്ലെങ്കിൽ അടുത്ത പാഠം എടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ ആൻസറും മീനിങ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? ഒന്നുകൂടി പറയാനുണ്ടോ? അപ്പോ പാഠം 2 എന്റെ കുട്ടിക്കാലം. അത് ആരുടേതാണ്? ആരുടെ കുട്ടിക്കാലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ ഷംവീലെ? ഓക്കെ, അപ്പോ ഗാന്ധിജിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ പാഠത്തില്. ഒന്ന്, മഹാത്മാഗാന്ധി ജനിച്ചത് എപ്പോൾ, എവിടെയായിരുന്നു ഷംവീലെ? പ്ലീസ് അൺമ്യൂട്ട് ഷംവീൽ. എവിടെയായിരുന്നു ഷംവീലെ? എപ്പോഴായിരുന്നു, എവിടെയായിരുന്നു? ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 ഒക്ടോബർ 2-നാണ് ആര് ജനിച്ചത്? ഗാന്ധിജി അല്ലേ? പിന്നെന്താ നമ്മള് ഗാന്ധിജിനെ കുറിച്ച് വേറെ എന്തൊക്കെയാ പഠിച്ചു? ഒന്ന് പറഞ്ഞേ ഗാന്ധിജിനെ പറ്റി ഒരു കൺക്ലൂഷൻ. നമുക്ക് ടെക്സ്റ്റ് ഇല്ലാതെ തന്നെ പറയാൻ പറ്റുമല്ലോ അത്. 1869 ഒക്ടോബർ 2-ന് ഗുജറാത്തിലാണ് ഗാന്ധിജി ജനിച്ചത്. പിന്നെയോ സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായിരുന്നു? ഗാന്ധി മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അല്ലേ? പിന്നെയോ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവം ബാപ്പുജി എന്നും വിളിച്ചു. പിന്നെയോ 1948 ജനുവരി 30-ന് ഒരു പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കവേ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു അല്ലെ? ഭാരതീയരായ നാം അദ്ദേഹത്തെ എന്തായി ആദരിക്കുന്നു? രാഷ്ട്രപിതാവായി ആദരിക്കുന്നു അല്ലെ? അപ്പൊ ഗാന്ധിജിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ നമുക്ക് ബൈഹാർട്ടായിരിക്കണം.
ടെക്സ്റ്റ് ഒന്നും നോക്കാതെ തന്നെ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ഗാന്ധിജി ജനിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ എന്താ വിളിച്ചത്? സ്നേഹപൂർവ്വം ബാപ്പുജി എന്ന് വിളിച്ചു. പിന്നെന്താണ്? 1948 ജനുവരി 30 അദ്ദേഹം ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ വെടിയേറ്റ് മരിച്ചു അല്ലെ. പിന്നെ ഭാരതീയരായ നാം അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു അല്ലെ. ഇപ്പൊ ഗാന്ധിജിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയില്ലേ? യെസ് ഓർ നോ? ഓക്കെ, യെസ്. അപ്പൊ ഗാന്ധിജിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. അന്ന അഗസ്റ്റിൻ മോൾ എഴുതിയില്ലേ? അന്ന അഗസ്റ്റിൻ നോട്ട് എഴുതിയില്ല അല്ലെ. അയച്ചു തരാം കേട്ടോ. രണ്ടും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചു തരാം. ഒന്ന് ഞാൻ ഇപ്പൊ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് മോൾക്ക് കിട്ടിയോ? അന്നക്ക് പ്ലീസ് അൺമ്യൂട്ട് അന്ന. കിട്ടിയില്ല. ഈ രണ്ടാമത്തെ ഇപ്പൊ ഇട്ടതാണ്, ഇപ്പൊ സെൻഡ് ചെയ്തതാണ്. അത് വന്നിട്ടുണ്ടാവൂലേ? അറിയത്തില്ല, നോക്കിയിട്ടില്ലായിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് മിസ്സിനെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാഠത്തിനെ ഒന്നുകൂടി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ മിസ്സേ സെക്കൻഡ് ലെസന്റെ വേണ്ടേ? സെക്കൻഡ് ലെസന്റെ ഇപ്പൊ ഞാൻ സെൻഡ് ചെയ്തേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കാണും. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. എനിക്ക് അന്നവാടും അത് എഴുതിയെടുക്കണം കേട്ടോ. എല്ലാവരും പിന്നീടേക്ക് മാറ്റി വെക്കരുത്. ഓൺ ടൈമിൽ അത് ചെയ്യണം. ഓക്കെ. അപ്പോ ബാക്കി എല്ലാ കുട്ടികളും എഴുതിയെടുക്കണം കേട്ടോ. കേട്ടോ ദേവാഞ്ജന? അപ്പോ നമുക്ക് നെക്സ്റ്റ് പാഠത്തിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇല്ലേ ഷംബിലെ? സുസൈൻ എന്തോ പറയാനുണ്ട്. സുസൈൻ പ്ലീസ് അൺമ്യൂട്ട് മോളെ. ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് പാഠത്തിന്റെ മോളെ എഴുതിയില്ലേ? നോട്ട് ഇല്ല അല്ലെ. ഫസ്റ്റ് പാഠത്തിന്റെ ഒരു എക്സാം നമ്മൾ ഇട്ട് കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി എഴുതേണ്ടി വരും തോന്നുമല്ലോ അത്. അപ്പൊ മോളത് എഴുതിയില്ല. ഞാൻ ഇന്ന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ സുസൈന് തരാം കേട്ടോ. എഴുതിയെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ ആ സമയത്ത് തന്നെ അത് എഴുതിയെടുക്കണം നിങ്ങൾ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നീട് എന്തൊക്കെയോ വന്നു കഴിഞ്ഞാൽ അത് കിട്ടൂല. ഓക്കെ, ശ്രദ്ധിക്കണേ. all of you take your textbook here. പാഠം 3 കുട്ടികളെ കണ്ട് പഠിക്കൂ. അങ്ങനെയാണ് പാഠത്തിന്റെ പേര് അല്ലെ. നിങ്ങളെയൊക്കെ കണ്ട് പഠിച്ചാലോ? നല്ല കുട്ടികളാണോ നിങ്ങള്? കുട്ടികളെ കണ്ട് പഠിക്കൂ എന്നാണ് പാഠത്തിന്റെ പേര് അല്ലെ. റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ അഗുൽക്ക എന്നും മലാഷി എന്നും പേരുള്ള 2 പെൺകുട്ടികൾ പാർത്തിരുന്നു. ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു അവരുടെ വീട്. വിശേഷ ദിവസമായതിനാൽ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു അവർ. നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങളാണ് 2 പേരും ധരിച്ചിരുന്നത് അല്ലേ. എന്താ ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞേ? റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ അഗുൽക്ക എന്നും മലാഷി എന്നും പേരുള്ള 2 പെൺകുട്ടികൾ പാർത്തിരുന്നു. ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു അവരുടെ വീട്. വിശേഷ ദിവസമായതിനാൽ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു അവർ. നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങളാണ് 2 പേരും ധരിച്ചിരുന്നത്. അടുത്ത വായിക്കാം. കുറച്ച് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. മൊത്തം ഒന്ന് വായിക്കാദ്യം. അവർ നടന്നു വന്ന വഴിയിൽ അവിടവിടെ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. കുട്ടികൾ 2 പേരും വെള്ളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങി. അവർ സംസാരിച്ച് ചെളിവെള്ളത്തിലൂടെ നടന്നു. ഇതിനിടയിൽ മലാഷ വെള്ളം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. ചെളിവെള്ളം അഗുൽക്കയുടെ മുഖത്തും പുത്തനുടുപ്പിലും വീണു. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു.
ഈ സമയം മലാഷ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തു കടന്ന് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോഴേക്കും അഗുൽക്കായുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളി പുരണ്ടത് എങ്ങനെയെന്ന് അവർ ആരാഞ്ഞു. കൂട്ടുകാരി ചെളിവെള്ളം തെറിപ്പിച്ചതാണെന്ന് അഗുൽക്ക പറഞ്ഞു. അഗുൽക്കയുടെ അമ്മ മലാഷയെ പിടിച്ചു നിർത്തി ചൂടുള്ള അടി കൊടുത്തു. അല്ലേ, ചൂടുള്ള അടി കൊടുത്തു. മലാഷ വാവിട്ട് കരയാൻ തുടങ്ങി. മകളുടെ രോദനം കേട്ട് അവളുടെ അമ്മയും അവിടേക്ക് ഓടിയെത്തി. രണ്ടമ്മമാരും തമ്മിൽ വഴക്കായി. അന്യോന്യമുള്ള വാക്കേറ്റം കൂടി വന്നു. വലിയ ശണ്ടയായി. ലഹള കേട്ട അയൽവാസികളായ മറ്റു ചിലരും വന്നു. എന്തിനു പറയുന്നു, തെരുവിൽ വലിയ ആൾക്കൂട്ടമായി. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചില്ല. അവർ വഴക്ക് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അഗുൽക്കയുടെ മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് നടന്നെത്തി. ലഹള കൂടുന്നവരെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. സ്ത്രീകളും പുരുഷന്മാരും ലഹള തുടർന്നുകൊണ്ടിരിക്കെ അഗുൽക്ക ഉടുപ്പിലെ അഴുക്ക് തുടച്ചു കളഞ്ഞു. അവൾ വീണ്ടും ചെളിവെള്ള കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ച് മാറ്റാൻ തുടങ്ങി. വേഗം മലാഷയും അവളുടെ കൂടെ ചേർന്നു. ഒരു മരച്ചീള് കൈക്കലാക്കി തോട് കുഴിക്കുന്നതിൽ അഗുൽക്കയെ സഹായിച്ചു. രണ്ട് ബാലികമാരും ചേർന്ന് ചെളിക്കുഴിയിൽ നിന്ന് പൊട്ടിച്ചു വിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി. ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും എന്ത് സന്തോഷത്തിലാണ്. വെള്ളച്ചാലിൽ കൂടി ഒഴുകുന്ന മരച്ചീളു കണ്ട് കുട്ടികൾ കൈകൊട്ടി ചിരിച്ചു. ഇത് കണ്ട് വൃദ്ധ ലഹള കൂടുന്ന സ്ത്രീകളെ തന്റെ അരികിലേക്ക് വിളിച്ചു. ആ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നാണം തോന്നുന്നില്ലേ? ഈ കുട്ടികളെ ചൊല്ലിയല്ലേ നിങ്ങൾ വഴക്കു കൂടിയത്? കളങ്കമറിയാത്ത ആ ഓമനകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ? ചെറിയ കുട്ടികളാണെങ്കിലും അവർ നിങ്ങളെക്കാൾ അറിവുണ്ട്, ബുദ്ധിയും സ്നേഹവുമുണ്ട്. എല്ലാവരും പെൺകുട്ടികളെ നോക്കി. വൃദ്ധ പറഞ്ഞത് എത്ര ശരി. അവർ നാണിച്ച് തല താഴ്ത്തി. തങ്ങളുടെ വിഡ്ഢിത്തമോർത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ താന്താങ്ങളുടെ വീടുകളിലേക്ക് പോയി. അല്ലേ, എന്താ കഥ? കുട്ടികളെ കണ്ടു പഠിക്കൂന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ കുട്ടികൾ എന്താണ്, ഒരുമിച്ച് കളിക്കും അല്ലെ, അവര് തമ്മിൽ വഴക്കൂടും. അതേ സ്പോട്ടിൽ തന്നെ അവര് നന്നായിട്ട് ഉണ്ടാവും അല്ലെ. നിങ്ങൾ തമ്മിൽ ഇപ്പം കുറച്ച് എന്തെങ്കിലും തല്ലും പിടിയും കൂടി വഴക്കലും പോയി അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വേഗം നേരെയാവും അല്ലെ. അപ്പൊ അമ്മ മറന്ന് ഇതിൽ ഇടപെടാൻ പാടില്ല വീട്ടുകാര്. ഇതെന്ത് ചെയ്തു, വീട്ടുകാർ ഇടപെട്ടു അല്ലെ. അതാണ് കഥ. അപ്പൊ എന്താണ്, ഒന്നുകൂടി വായിക്കാം മിസ്. റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ, എവിടുത്തെ ഗ്രാമത്തിലെ കാര്യം പറയുന്നത്, റഷ്യയിലെ അല്ലെ. ഓക്കെ. ഒരു ഗ്രാമത്തിൽ അഗുൽക്ക എന്നും മലാഷ നല്ല പേര്, മലാഷ എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികൾ പാർത്തിരുന്നു. എന്തായിരുന്നു പെൺകുട്ടികളുടെ പേര്? സൂര്യദേവേ പ്ലീസ് വീഡിയോ ഓൺ ചെയ്തേ മോനെ. എന്തായിരുന്നു ആ കുട്ടികളുടെ പേര്? ദേവാഞ്ജന. അഗുൽക്കയെന്നും മലാഷയെന്നും അല്ലെ. അഗുൽക്കയും മലാഷയും പേരുള്ള രണ്ട് പെൺകുട്ടികൾ പാർത്തിരുന്നു അല്ലെ, താമസിച്ചിരുന്നു. പാർത്തിരുന്നു പറഞ്ഞാല് താമസിച്ചിരുന്നു. ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു അവരുടെ വീട് അല്ലെ. ഒരു വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലായിരുന്നു അവരുടെ വീട്. വിശേഷ ദിവസം ആയതിനാൽ, അതായത് എന്തോ സ്പെഷ്യൽ ദിവസമായിരുന്നു, അതുകൊണ്ട് അവരെന്ത് ചെയ്തു, പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു. അപ്പൊ വിശേഷ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ, നല്ല പുത്തനുടുപ്പനം ധരിക്കും അല്ലെ. അപ്പോ വിശേഷ ദിവസം ആയതിനാൽ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന അവർ. പക്ഷെ നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങളാണ് രണ്ടുപേരും ധരിച്ചിരുന്നത് അല്ലെ. നല്ല വിശേഷ ദിവസം ആയതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ അവർ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയാണ് ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞത്. എന്താണ്, റഷ്യയിലെ ഒരു ഗ്രാമത്തില് അഗുൽക്ക എന്നും മലാഷ എന്നും പേരുള്ള രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു. അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോ അവര് പള്ളിയിൽ പോയി വരികയായിരുന്നു. ഒരു വിശേഷ ദിവസമായിരുന്നു അന്ന്. അപ്പോ പുത്തൻ ഉടുപ്പുകളായിരുന്നു ധരിച്ചിരുന്നത് രണ്ടുപേരും അല്ലെ. അവർ നടന്നു വന്ന വഴിയിൽ അവിടെ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. കുട്ടികൾ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങി അല്ലെ. നിങ്ങൾ എന്താ ചെയ്യോ ഇപ്പൊ മഴയത്ത് അല്ലെ? ആരെങ്കിലും ചെയ്യാറുണ്ടോ? മഴവെള്ളത്തില് എന്തെങ്കിലും കലക്കും വെള്ളം കണ്ട അപ്പോഴേ കല്ല് ചവിട്ടിയിട്ട്
തെറിപ്പിക്കും അല്ലെ വെള്ളം? ആരും ചെയ്യാറില്ലേ? എത്ര പേര് ചെയ്യാറുണ്ട്? ചളിവെള്ളത്തിൽ കളിക്കാറുണ്ട് ഇപ്പൊ? ഇപ്പൊ നല്ല പോലെ ചളിവെള്ളം ഉണ്ടാവും, വീട്ടിന്റെ അടുത്തുണ്ടാവും, വഴിയിലുണ്ടാവും അല്ലെ? എല്ലായിടത്തും ഉണ്ടാവും. ദേവാഞ്ജന ഏതായാലും ചളി കളിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ആരും കളിക്കാറില്ല? ചെളി ആദിദേവ് ഉണ്ട്. അപ്പൊ എല്ലാരും കളിക്കാറുണ്ട്. ഇപ്പൊ ആരും പറയുന്നില്ല അല്ല കളിക്കുന്നുണ്ട് അല്ലേ? എല്ലാ കുട്ടികളും, ചെറിയ കുട്ടികളും എന്തായാലും കളിച്ചിട്ടുണ്ടാവും ചെളിവെള്ളത്തില് അല്ലേ? എത്ര അമ്മമാര് പറഞ്ഞാലും എന്ത് ചെയ്യും? നിങ്ങൾ ചെളിവെള്ളത്തിൽ തുള്ളും. നല്ല വൈറ്റ് ഡ്രസ്സെല്ലാം ഇടും ചില കുട്ടികൾ, പെൺകുട്ടികൾ വലിയ വൈറ്റ് ഡ്രസ്സ്, ഇങ്ങനെ പറന്ന് നിൽക്കുന്ന വൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല ചെളിവെള്ളത്തിൽ തുള്ളും. സൂപ്പർ ആയിട്ടുണ്ടാവും ഡ്രസ്സിന്റെ കളറെല്ലാം അല്ലേ? അപ്പൊ അതുപോലെ എല്ലാ കുട്ടികളും ആ പ്രായത്തില്, ഈ ചെറിയ പ്രായത്തില് ചളിവെള്ളത്തില് കളിച്ചിട്ടുണ്ടാവും. അത് കടന്നു വെച്ചിട്ടൊന്നും പോകുന്ന കുട്ടികളൊന്നും ഉണ്ടാവില്ല അധിക കുട്ടികളും. അപ്പൊ അതിൽ അപൂർവം ചില കുട്ടികൾ ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലേ? അപ്പോ അങ്ങനെയായിരുന്നു അഗുൽക്കയും മലാഷയും. അപ്പൊ എന്ത് ചെയ്തു അവര്? അവർ നടന്നു വന്ന വഴിയിൽ അവിടെ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. കുട്ടികൾ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങി അല്ലെ? വെള്ളം കാണുമ്പോ എന്ത് ചെയ്തു? അവര് രണ്ടുപേരും വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി അല്ലേ ആൻഡ്രോസേ? ആൻഡ്രോസിന് വെള്ളത്തിന്റെ കാര്യം പറയുമ്പോ ചിരി വന്നു അല്ലേ ആൻഡ്രോസേ? അപ്പൊ ആൻഡ്രോസ് ഏതായാലും വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് ചളിവെള്ളത്തില്. ചളിവെള്ളത്തിലൊന്നും കളിക്കാൻ പാടില്ല ഇപ്പൊ അല്ലേ? എന്തൊക്കെയോ രോഗങ്ങൾ വരും. അതുകൊണ്ട് ചളിവെള്ളത്തിലൊന്നും ആരും കളിക്കണ്ട. അപ്പൊ അങ്ങനെ ആയിരിക്കും ചെറിയ കുട്ടികളുടെ മനസ്സ്. വെള്ളം കാണുമ്പോ അവർക്ക് ചാടാൻ തുടങ്ങും. ഇനി ചളിവെള്ളാന്നൊന്നും അവര് നോക്കൂല, പുതിയ ഡ്രസ്സാന്നൊന്നും നോക്കൂല അല്ലെ? അമ്മമാർ ഒരുപാട് നനക്കേണ്ടി വരും, വെളുപ്പിക്കാനൊന്നും ആരും ചിന്തിക്കൂല അല്ലെ കുട്ടികള്? അപ്പോ അവർ അതേപോലെ ആയിരുന്നു അഗുൽക്കയും മലാഷിയും. അതുകൊണ്ട് തന്നെ അവർ നടന്നു വന്ന വഴിയിൽ അവിടെ ചെളിവെള്ളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങി. അവർ സംസാരിച്ച് ചെളിവെള്ളത്തിലൂടെ നടന്നു. ഇതിനിടയിൽ മലാഷ വെള്ളം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ചെളിവെള്ളം അഗുൽക്കയുടെ മുഖത്തും പുത്തനുടുപ്പിലും വീണു. അവൾ എന്ത് ചെയ്തു? അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവൾക്ക് എന്നാലും സങ്കടവും ദേഷ്യമെല്ലാം വന്നു. പുതിയ ഉടുപ്പായതുകൊണ്ട് അതിൽ ചെളി തെറിപ്പിച്ച സമയത്ത് അവൾക്ക് സങ്കടവും ദേഷ്യവും വന്നു. ഈ സമയം മലാഷ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തു കടന്ന് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞു. എന്തുകൊണ്ട്? അവളായിരുന്നു ചെളി തെറിപ്പിച്ചത്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? വേഗം വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു അല്ലെ? അടുത്ത നിമിഷം ഇനി എന്തെങ്കിലും ചീത്ത കിട്ടുമോന്ന് ഭയന്നിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞു. രക്ഷപ്പെട്ടു അല്ലെ? അപ്പോഴേക്കും അഗുൽക്കയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളി പുരണ്ടത് എങ്ങനെയെന്ന് അവർ ആരാഞ്ഞു അല്ലെ? അമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ലേ? അവരവരെ മക്കൾ ചെളിയിലെല്ലാം കുളിച്ച് കാണുമ്പോ ഇതാരാ തെറിപ്പിച്ചത്, അവളെടുത്ത് ഒന്ന് കൊടുക്കാലോന്ന് തോന്നി അല്ലെ അമ്മക്ക്? അപ്പൊ സുഹൃത്തുക്കളായിരുന്നു നിങ്ങള് ദേഷ്യം വന്നാലും കുറച്ച് കഴിയുമ്പോ നേരെയാവും. അതൊന്നും അമ്മമാർ ഗൗനിക്കൂല അല്ലെ? അമ്മമാരായാലും അച്ഛന്മാരായാലും ആർക്കും അത് ഒരു സങ്കടമായിരിക്കും അല്ലെ? ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും കൂടി, അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ അമ്മക്ക് ഒരു വിഷമായിരിക്കും. എന്റെ മോളെ തച്ചില് എന്നൊരു ദേഷ്യവും സങ്കടം ഒക്കെ വരും അല്ലെ? അപ്പൊ അങ്ങനെ വന്നു ആർക്ക്? അഗുൽക്കയുടെ അമ്മക്കും ദേഷ്യം വന്നു. അപ്പോഴേക്കും അഗുൽക്കയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളി പുരണ്ടത് കണ്ട് എങ്ങനെയെന്ന് അവർ ചോദിച്ചു അല്ലെ? ആരാഞ്ഞു, ചോദിച്ചു. കൂട്ടുകാരി ചെളിവെള്ളം തെറിപ്പിച്ചതാണെന്ന് അഗുൽക്ക പറയും ചെയ്തു. കൂട്ടുകാരി അതായത് മലാഷയാണ് എന്റെ ദേഹത്ത് ചെളിവെള്ളം തെറിപ്പിച്ചതെന്ന് അഗുൽക്ക പറഞ്ഞു. അഗുൽക്കയുടെ അമ്മ മലാഷയെ പിടിച്ചു നിർത്തി ചൂടുള്ള അടി കൊടുത്തു. എങ്ങനെയുള്ള അടിയാ കൊടുത്തത്? നല്ല ചൂടുള്ള അടിയായിരുന്നു അല്ലെ? നല്ല ഉഷാറുള്ള അടിയാണെന്ന് തോന്നുന്നു, അതാണ് അങ്ങനെ പറഞ്ഞത്. നല്ല ചൂടുള്ള അല്ലെ? ചൂടുള്ള നല്ല ചുട്ട അടി കൊടുത്തു അല്ലെ? നമ്മ അങ്ങനെ പറയാറുണ്ട്, നല്ല ചുട്ട അടി കൊടുത്തു, ചുട്ട മറുപടി കൊടുത്തു എന്നൊക്കെ. അതുപോലെ ചൂടുള്ള അടിയായിരുന്നു, നല്ല സൂപ്പർ അടിയായിരുന്നു അർത്ഥം കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? മലാഷ വാവിട്ട് കരഞ്ഞു. അടി കിട്ടിയ കുഞ്ഞുങ്ങൾ കരയൂ അല്ലെ? കുഞ്ഞു മക്കളല്ലേ, അവര് കരഞ്ഞു, അവള് കരഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? മലാഷ വാവിട്ട് കരയാൻ തുടങ്ങി. മകളുടെ രോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരച്ചിൽ അല്ലെ? രോദനം കേട്ട് മകളുടെ രോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരച്ചിൽ. രോദനം കേട്ട് അവളുടെ അമ്മയും അവിടെ കൂടിത്താരെ. മലാഷ കരയുന്ന കേൾക്കുമ്പോ മലാഷയുടെ അമ്മ എന്ത് ചെയ്തു? ഓടിയെത്തി അല്ലേ? അപ്പോ രണ്ടമ്മമാരും തമ്മിൽ വഴക്കായി അല്ലെ? രണ്ട് കുട്ടികളുടെ അമ്മമാരും തമ്മിൽ വഴക്കായി. അപ്പോ
അന്യോന്യമുള്ള വാക്കേറ്റം കൂടിക്കൂടി വന്നു. വഴക്ക് എന്ത് ചെയ്തു? അന്യോന്യമുള്ള വാക്കേറ്റം കൂടിക്കൂടി വന്നു. എന്തിനു പറയുന്നു? തെരുവിൽ വലിയ ആൾക്കൂട്ടമായി. ഒച്ചയും ബഹളം കേൾക്കുമ്പോ എവിടെയെങ്കിലും വഴക്കുണ്ടാവുമ്പോ എന്ത് ചെയ്യും? അടുത്തുള്ള ആൾക്കാരെല്ലാം പുറത്തിറങ്ങി വരും അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അയൽവാസികളെല്ലാം എത്തി. വഴക്ക് കേട്ട് അയൽവാസികളെല്ലാം വന്നു അല്ലേ? എന്തിനു പറയുന്നു? തെരുവിൽ വലിയ ആൾക്കൂട്ടമായി. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചില്ല. എല്ലാവരും വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയാങ്ങി. രണ്ട് അമ്മമാർ തമ്മിൽ വഴക്കായ സമയത്ത് ഒരുപാട് ആൾക്കൂട്ടം എത്തി. അപ്പോ അവര് വായിൽ വന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അല്ലേ? എന്തായി? അവര് പറയുന്നൊന്നും മറ്റുള്ളവര് പറയുന്നൊന്നും ശ്രദ്ധിച്ചുമില്ല. അവർ വഴക്ക് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അഖിൽക്കയുടെ മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് നടന്നെത്തി. പ്രായമായ ഒരു അമ്മമ്മ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല അല്ലെ? പ്രായമായവർ ആരും മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് അമ്മമ്മ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. അഖിൽക്കയുടെ മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് നടന്നെത്തി. ലഹള കൂടുന്നവരെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല അല്ലെ? പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് അവരെ ആരും ഗൗനിച്ചില്ല. സ്ത്രീകളും പുരുഷന്മാരും ലഹള തുടർന്നുകൊണ്ടിരിക്കെ അഖിൽക്ക ഉടുപ്പിലെ അഴുക്ക് തുടച്ചു കളഞ്ഞു അല്ലെ? ഇവരെല്ലാവരും വഴക്കെല്ലാം ഉണ്ടാവുന്ന സമയത്തിന് എന്ത് ചെയ്തു? അഖിൽക്ക അവളുടെ ഡ്രസ്സിലെ അഴുക്കെല്ലാം തുടച്ചു കളഞ്ഞു. അവൾ വീണ്ടും ചെളിവെള്ളക്കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ച് മാറ്റാൻ തുടങ്ങി അല്ലേ? വേഗം മലാശയും അവളുടെ കൂടെ. അവര് തമ്മിലുള്ള വഴക്ക് അപ്പോഴേ മാറി. അവരെന്ത് ചെയ്തു? രണ്ടുപേരും ആദ്യ ചങ്ങാത്തത്തിലായി. അഖിൽക്ക എന്താ ചെയ്യുന്നത്? അതിന്റെ കൂടെ കൂടി മലാശയും ആ പണി തുടർന്നു അല്ലേ? അപ്പൊ അവര് തമ്മിലുള്ള വഴക്ക് അപ്പോഴേ മാറി. കുട്ടികളുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല, അവര് അപ്പോഴേ അത് മറന്നു. അപ്പൊ അവര് നല്ല ചങ്ങാത്തത്തിലായി. പക്ഷെ അമ്മമാർ ഇവിടെ ബഹളം വെക്കുന്നത്രേ അല്ലേ? അപ്പോ സ്ത്രീകളും പുരുഷന്മാരും ലഹള തുടർന്നുകൊണ്ടിരിക്കെ അഖിൽക്ക ഉടുപ്പിലെ അഴുക്ക് തുടച്ചു കളഞ്ഞു. അവൾ വീണ്ടും ചെളിവെള്ളക്കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ച് മാറ്റാൻ തുടങ്ങി. വേഗം മലാശയും അവളുടെ കൂടെ ചേർന്നു. ഒരു മരച്ചീല കൈക്കലാക്കി തോട് കുഴിക്കുന്നതിൽ അഖിൽക്കയെ സഹായിച്ചു. രണ്ട് ബാലികമാരും ചേർന്ന് ചെളിക്കുഴിയിൽ നിന്ന് പൊട്ടിച്ചു വിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി അല്ലേ? ഇവര് പൊട്ടിച്ചു വിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി. അപ്പൊ അവര് തമ്മില് ചങ്ങാത്തത്തിലായി എന്ന് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് അല്ലേ? അവർക്ക് കുട്ടിയൊക്കെ അത്രേ ഉണ്ടാവും, മനസ്സിലൊന്നും വെക്കൂല. അവര് വേഗം ചങ്ങാത്തത്തിലായി. വഴക്ക് മനസ്സിൽ വെക്കുന്ന പ്രകൃതക്കാരായിരിക്കില്ല ചെറിയ കുട്ടികൾ അല്ലേ? അവര് വേഗം മറന്നുപോകും, നിഷ്കളങ്കരായിരിക്കും അവര്. അപ്പൊ അവരത് വേഗം മറന്നുപോയി. അവർ ആ ടൈമിൽ തന്നെ അവര് നല്ലതായി അല്ലേ? അപ്പോ ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും എന്ത് സന്തോഷത്തിലാണ്! വെള്ളച്ചാലിൽ കൂടി ഒഴുകുന്ന മരച്ചീല് കണ്ട് കുട്ടികൾ കൈകൊട്ടി ചിരിച്ചു. ഇത് കണ്ട് വൃദ്ധ ലഹള കൂടുന്ന സ്ത്രീകളെ തന്റെ അരികിലേക്ക് വിളിച്ചു. ആ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നാണം തോന്നില്ലേ? ഈ കുട്ടികളെ ചൊല്ലിയല്ലേ നിങ്ങൾ വഴക്ക് കൂടിയത്? അപ്പൊ അവര് തമ്മിൽ നല്ലതായില്ലേ? അപ്പൊ വൃദ്ധ പറഞ്ഞു, എന്ത്? ഈ കുട്ടികളെ ചൊല്ലിയല്ലേ നിങ്ങൾ വഴക്ക് കൂടിയത്? അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കളങ്കമറിയാത്ത ആ ഓമനകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ? ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് നിങ്ങളെക്കാൾ അറിവുണ്ട്, ബുദ്ധിയുണ്ട്, പിന്നെ എന്തുണ്ട്? സ്നേഹവും ഉണ്ട് അല്ലെ? വലിയവരെക്കാളും എന്തുണ്ട്? ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് നിങ്ങളെക്കാൾ അറിവുണ്ട്, ബുദ്ധിയുണ്ട്, സ്നേഹവും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? എല്ലാവരും പെൺകുട്ടികളെ നോക്കി വൃദ്ധ പറഞ്ഞത് എത്ര ശരി. അവർ നാണിച്ച് തലതാഴ്ത്തി തങ്ങളുടെ വെഡിത്തം ഓർത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോയി. അപ്പൊ അവർക്ക് തോന്നി അത് വെഡിത്താണെന്നല്ലേ? കുട്ടികളുടെ കാര്യത്തില് മുതിർന്നവർ ഇടപെടണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായതല്ലേ? ഇപ്പൊ കുട്ടികളെ കണ്ടുപിടിക്കുക. അവർ നിഷ്കളങ്കരാണ്. അവർക്ക് മനസ്സില് ദേഷ്യമോ പകയോ ഒന്നും ഉണ്ടാവില്ല അല്ലേ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മളെ പാഠം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി അത് പറയാം. ഇത് വായിക്കാനും നല്ലപോലെ പഠിക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും എല്ലാ കുട്ടികളും ഈ ടെക്സ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. നമുക്കൊന്നുകൂടി ഈ പാഠം എടുക്കാം, തിരക്കൊന്നുമില്ല. അപ്പൊ ആരാ ഒന്ന് ഈ പാഠം ഇന്ന് വായിക്കുന്നത്? ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി.
നമ്മളെ സമയം ഏകദേശം കഴിയാറായി. ആരാ ഇന്ന് വായിക്കുന്നത്? കൃപാമേരി. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് കൃപാമേരി. വായിച്ചോ. പാഠം 3. പാഠം 3 കുട്ടികളെ കണ്ടു പഠിക്കൂ. റഷ്യയിൽ ഒരു ഗ്രാമത്തിൽ അഗുൽക്കയും മലാശയും പേരുള്ള 2 പെൺകുട്ടികൾ പാർത്തിരുന്നു. ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരുന്നു അവരുടെ വീട്. വിശേഷ ദിവസമായതിനാൽ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു അവർ. നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങളാണ് 2 പേരും ധരിച്ചിരുന്നത്. അവർ നടന്നു വന്ന വഴിയിൽ അവിടെ ഇവിടെ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. കുട്ടികൾ 2 പേരും വെള്ളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങി. അവർ സംസാരിച്ച് ചെളിവെള്ളത്തിലൂടെ നടന്നു. ഇതിനിടയിൽ മലാശ വെള്ളം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. ചെളിവെള്ളം അഗുൽക്കയുടെ മുഖത്തും പുത്തനുടുപ്പിലും വീണു. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഈ സമയം മലാശ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തു കടന്ന് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞു. അപ്പോഴേക്കും അഗുൽക്കയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളി എങ്ങനെയെന്ന് അവർ അറിഞ്ഞു. ണെന്ന് അഗുൽക്ക പറഞ്ഞു. അമ്മ മലാശയെ പിടിച്ചു നിർത്തിയുള്ള അടി കൊടുത്തു. മലാശ വിട്ട് കരയാൻ തുടങ്ങി. മകളുടെ രോദനം കേട്ട് അവളുടെ അമ്മയും അവിടേക്കോടിയത്. രണ്ടമ്മമാരും തമ്മിൽ വഴക്കായി. അന്യോന്യമുള്ള വാക്കേറ്റും വലിയ ശണ്ടയായി. ലഹളക്കേടും അയൽവാസികളായ മറ്റു ചിലരും വന്നു. എന്തിനു പറയുന്നു? തെരുവിൽ വലിയ കൂട്ടമായി. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളി പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്നതെന്തെന്ന് ശ്രദ്ധിച്ചില്ല. അവർക്ക് വഴക്ക് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അഗുൽക്കയുടെ മുത്തശ്ശി പിടിച്ച് അവയ്ക്ക് നടന്നെത്തി. ലഹള സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. സ്ത്രീകളും പുരുഷന്മാരും ലഹള തുടർന്നുകൊണ്ടേ അഗുൽക്ക അടുപ്പിലെ അഴുക്ക് ഉടച്ചു കളഞ്ഞ് അവൾ വീണ്ടും ചെളിവെള്ള കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ചു മാറ്റാൻ തുടങ്ങി. അധികം മലാശയും അവളുടെ കൂടെ ചേർന്നു. ഒരു കൈക്കലാക്കി കുഴിക്കുന്നതിനാൽ സഹായിച്ചു. 2 ബാലികമാരും ചേർന്ന് കുഴിയിൽ നിന്ന് പൊട്ടിച്ചുവിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുക്കി. ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും സന്തോഷത്താണ്. വെള്ളച്ചാൽ കൂടി ഒഴുകുന്ന മരത്തിൽ കണ്ട് കുട്ടികൾ കൈ കൊട്ടി ചിരിച്ചു. ഇത് കണ്ട് വൃദ്ധ കൂടുന്ന സ്ത്രീകളെ തന്റെ അതിലേക്ക് വിളിച്ചു. ആ കുട്ടികളെ ചൂണ്ടി കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളെ പറ്റി നാണം തോന്നുന്നില്ലേ? ഈ കുട്ടികളെ ചൊല്ലിയല്ലേ നിങ്ങൾ വഴക്ക് കൂടിയത്? കളമറിയാതെ ഓമനകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നത് നിങ്ങൾ കണ്ടില്ലേ? ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് നിങ്ങളുടെ അറിവുണ്ട്, ബുദ്ധിയുണ്ട്, സ്നേഹമുണ്ട്. എല്ലാവരും പെൺകുട്ടികളെ നോക്കി പറഞ്ഞത് എത്ര ശരി. നാണിച്ച് തല താഴ്ത്തി നിങ്ങളുടെ വിഡ്ഢിത്തമോർത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ
വീടുകളിലേക്ക് പോയി. കാന്തങ്ങളുടെ പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒരു 3 ടൈമെങ്കിലും വായിക്കണം എല്ലാവരും. ഓക്കെ, എല്ലാവരും 3 ടൈംസ് വായിച്ചിട്ട് വരുമല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് സൂസൈനും അൽന അഗസ്റ്റിനും അല്ലേ രണ്ടുപേർക്ക് ഞാൻ അത് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ ഇന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്തത് നോട്ട് എല്ലാവരും എഴുതിയെടുക്കണം. ഓക്കെ, അപ്പൊ അക്ഷരദീപം ബുക്കില് അടുത്ത ഒരു ഹോംവർക്ക്, അടുത്ത പേജ് ഹോംവർക്ക് ചെയ്തു. ഓക്കെ, എന്തേ നിഹാലേ, നമ്മളെ സമയം കഴിയാറായല്ലോ. പ്ലീസ് അൺമ്യൂട്ട്. എഴുതി അല്ലേ? ഓക്കെ, അപ്പൊ ബൈ, സി യു. ക്ലോസ് ചെയ്യുന്നേ. Okay, bye.